നിങ്ങൾ ചെയ്യാൻ കുറച്ച് നല്ല കുട്ടികളായിട്ട് വരുന്നുണ്ട് മാധ്യമങ്ങൾ. നല്ല പടത്തിന് നല്ലതാണെന്നല്ല പറയുന്നുണ്ട്. முதல்ல ரொம்ப விவிஐபியா வந்திருக்காங்க கார்த்திக் சார். வணக்கம் சார். இவங்க எல்லாம் என்னோட நண்பர்கள் மட்டும் இல்லை, என் சகோதரர்கள் மாதிரி. ஏன்னா எப்போ வேணாலும் பேசலாம், எப்போ பார்த்தாலும் நான் பேசுவாங்க. ഏതായാലും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. കാരണം എപ്പോഴും നമുക്കൊരു ഭയങ്കര വലിയ പടങ്ങളിലൊക്കെ അഭിനയിച്ച് കഴിയുമ്പോൾ നമ്മുടെയൊക്കെ പേരുകൾ പറയാൻ കുറച്ച് വൈകും. കാരണം വലിയ വലിയ താരങ്ങളുടെ കൂടെയൊക്കെ അഭിനയിച്ച് അപ്പം ഞാൻ വിചാരിച്ചില്ല കൊച്ചു കൊച്ചു പിള്ളേരെ ശരി. പക്ഷെ ഇവരെ പറ്റി ഞാൻ ഇതിനു മുമ്പും ഒരുപാട് കേട്ടിട്ടുണ്ട്. സാഗർ, ഗണപതി, ഇപ്പം ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ഞാൻ അടുത്തറിയുന്നത് അമീനെയാണ്. അമീൻ ഇങ്ങനെ കലക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല സത്യത്തിൽ. ഭയങ്കര. കാരണം ഞാൻ ഈ പടത്തിനകത്ത് അഭിനയിച്ചിരിക്കൊണ്ടിരിക്കുമ്പോഴേ എനിക്ക് തോന്നി ഇത് രസമായിട്ട് അവരൊക്കെ നാച്ചുറലായിട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി സത്യം. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മക്കളോട് വരുമ്പോൾ അയ്യോ അമ്മ അവരൊക്കെ മറ്റേ പടങ്ങളിലൊക്കെ അഭിനയിക്കുന്നുണ്ട് എനിക്കറിയാം. അപ്പോഴാണ് പൃഥ്വി എന്നെ ഓർമ്മപ്പെടുത്തി, അമ്മയ്ക്ക് ഓർമ്മയില്ലേ സാഗറിനെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വന്ന് എൻ്റെ സന്തോഷം പറഞ്ഞത് ഇങ്ങനത്തെ പടങ്ങൾ ഓടുമ്പോഴുണ്ടല്ലോ ഞങ്ങളെ പോലെയുള്ള അമ്മമാർക്കൊരു അഭിമാനവും സന്തോഷമാണ്. കാരണം ഇതിന് താരമൂല്യം കൊണ്ട് ഓടിയ പടമല്ല. ഒരു ചെറിയ സംഭവത്തിനെ 2-2.25 മണിക്കൂറോ 2.5 മണിക്കൂറോ ഒരു സിനിമയാക്കി അതിമനോഹരമായിട്ടൊരു തിരക്കഥയുണ്ടാക്കി അത് പിന്നെ സ്ക്രിപ്റ്റാക്കി അത് അതിലും ഗംഭീരമായിട്ട് സംവിധാനം ചെയ്തു. അതിലൊക്കെ ഉപരിയായിട്ട് എന്താ ക്യാമറ എഡിറ്റിങ്ങും. ഞാൻ പോലും ഒരു ഷോട്ടിൽ ഞെട്ടിപ്പോയി. അവസാനം വീണ്ടും കണ്ണാടിയിൽ എന്നെ കണ്ടപ്പോൾ ഞാനും ഒന്ന് ഞെട്ടിയോ പോയി ചെയ്താണ്. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ അത്ര മനോഹരമായിട്ട് ഈ പടം എടുത്തു. ഞാൻ എനിക്ക് എപ്പോഴും ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്ന വിദേശത്ത് വല്ലതും തോന്നുന്നു. പക്ഷേ എൻ്റെ ഫോണിനകത്ത് 1000 മെസ്സേജ്. അതിനകത്ത് ഏറ്റവും വലിയ ഒരു അഭിമാനം എന്ന് പറയുന്നത് വിദേശത്തു നിന്നാണ് കൂടുതൽ മെസ്സേജുകൾ. ലണ്ടനിലൊക്കെ 30 സീറ്റ് അവിടുത്തെ നമ്മുടെ ഈ പാരഗണിൻ്റെയൊക്കെ ഒരു പറഞ്ഞ എൻ്റെ ഒരു വലിയ നിങ്ങളൊക്കെ അറിയാം. കൊച്ചിയിൽ കയറി ലേഡി പൃഥ്വിരാജൊക്കെ വിളിക്കുന്നുണ്ട്. അതിരുടെ അച്ഛനും അവരുടെ ഇവിടെ ഒരു സ്റ്റാഫ് മുഴുവൻ പോയിട്ട് ആദ്യം ടിക്കറ്റ് കിട്ടിയില്ല. അപ്പം അവരൊക്കെ പറഞ്ഞ ഞങ്ങളൊക്കെ വിചാരിച്ചതെന്ന് വെച്ചാൽ സാധാരണ മമ്മൂട്ടി സാർ മോഹൻലാൽ സാറിനൊക്കെ പഠിത്തത് ടിക്കറ്റ് ചിലപ്പോൾ ആദ്യത്തെ ദിവസം പെട്ടെന്ന് എന്നാൽ ഇത് 3 ദിവസം കഴിയാൻ അവർക്ക് ടിക്കറ്റ് കിട്ടിയത്. അപ്പൊ അവരൊരു അപ്പം എന്തോ കാര്യമായിട്ട് ഈ പടത്തിലുണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ കണ്ടപ്പോഴാണ് അറിയുന്നത് ഒരു ഫ്രെയിം പോലും ബോറടിക്കാതെ ആർക്കും ഇന്റർവെല്ലൊന്നും പുറത്ത് പോകണ്ട, പെട്ടെന്നങ്ങാണ്ട് കയറി വന്നാലോ പടം എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ എല്ലാവരും ഇരിക്കുകയായിരുന്നു. അത്ര നല്ലൊരു പടം. ഇങ്ങനത്തെ പടമൊക്കെ വരുമ്പോൾ നമുക്കൊരു ഭയങ്കര ത്രില്ലാണ്. ഈ സ്ഥിരം കണ്ട സാധനങ്ങൾ എന്തിനാണ് അപ്പോൾ നമുക്ക് വലിയ 500 കോടി 400 കോടിയൊക്കെ മുടക്കി പടം ഇതുപോലത്തെ ഒരു 4-5 പടം എടുത്തതിന് ഒന്നത്തെ കാര്യം ഞാൻ തുറന്ന് പറയണം. അപ്പം ഇങ്ങനത്തെ പടങ്ങൾ ഓടാൻ പ്രേക്ഷകരും മാധ്യമങ്ങളും സഹായിക്കണം. എന്തെങ്കിലും ഇൻഡസ്ട്രി പറ്റത്തുള്ളൂ. പറയുമ്പോൾ ഡയലോഗാണ് ചിലർക്ക് എല്ലാം പറയാമെങ്കിലും എത്ര പേരാണ് പറയുക ഈ തൊഴിലിൻ്റെ പുറകിൽ ജീവിക്കുന്നവർ. അവരെ സംബന്ധിച്ച് ഈ ചിത്രങ്ങളുടെ എണ്ണം കൂടുമ്പോഴാണ് അവർക്ക് ജോലി കൂടുതൽ കിട്ടുന്നത്. ഈ പടമൊക്കെ ഓടിക്കഴിഞ്ഞപ്പോൾ സത്യം ഞാനാണെങ്കിൽ ഞാനുള്ള ഏത് 2 സീനുണ്ടെങ്കിലും ശരി ഞാൻ റിലീസിൽ തന്നു പോയി സകല ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുത് ഭഗവാനെ ചില മുടക്കിയ കാശെങ്കിലും കിട്ടണേ. ആ പരിപാടിയൊന്നും ഇന്നില്ല. അതൊക്കെ ഞങ്ങളെ പോലെയുള്ള പഴയ അമ്മമാരുടെ ഒരു രീതിയാണ്. രാവിലെ ഒന്ന് കുളിച്ച് തൊഴാൻ പോകുക എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് വരുന്ന റിപ്പോർട്ടുകളും വിളിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇങ്ങനെ കൂടി ഇത് ആരോട് എന്ത് ഉത്തരവാണ് പറയേണ്ടത് എനിക്കറിയാൻ വയ്യ. വിജേഷിന്റെ പറയണോ, നിർമ്മാതാക്കളെ പറയണോ, നീ പറഞ്ഞ തിരക്കഥയും പാട്ടും ക്യാമറയും എഡിറ്റിങ്ങും എല്ലാം കൂടെ നമ്മൾ പറയുന്നില്ല ഒരു സമഞ്ജസമായിട്ട് സമ്മേളിക്കുന്നത്. അത്ര പെർഫെക്റ്റ് ആയിട്ട് എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുപോയ ഒരു പടം ഈ അടുത്ത കാലത്ത് ഞാനടക്കമുള്ളവർ കാണുന്നത് പ്രകമ്പനം. ചുമ്മാതല്ല കേരളം പ്രകമ്പനം കൊണ്ടത്. ശരി. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അടുത്ത പ്രധാനമായിട്ട് പറയാനുള്ളത് മാധ്യമങ്ങളോടാണ്. നിങ്ങൾ ചെയ്യാൻ കുറച്ച് നല്ല കുട്ടികളായിട്ട് വരുന്നുണ്ട് മാധ്യമങ്ങൾ. നല്ല പടത്തിന് നല്ലതാണെന്നല്ല പറയുന്നുണ്ട്. വലിയ സന്തോഷമുണ്ട് കേട്ടോ. എന്തെല്ലാം പറഞ്ഞാലും ശരി, ഒരു ഭാഗത്ത് മറ്റെന്തെങ്കിലുമൊക്കെ നടന്നോട്ടെ, അത് നിങ്ങളുടെ തൊഴിലിൻ്റെ ഒരു ഭാഗമാണ്. അതിപ്പോൾ എത്ര വലിയ ചാനലായാൽ പോലും അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു ഇഷ്ടാനുസരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് ചാനലൊക്കെ കളിക്കേണ്ടി വരും. അതൊന്നും നമുക്ക് സ്വാഭാവികമാണ്. പക്ഷെ നല്ലതിനെ നല്ലതെന്ന് പറയാനായിട്ട് നമുക്ക് ആരുടെയും ശുപാർശ വേണ്ടല്ലോ, അല്ലേ? അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നതാണ്, നല്ല ചിത്രങ്ങൾ വരുമ്പോൾ അതിൽ ആരും അഭിനയിച്ചില്ല എന്നുള്ളതല്ല, നല്ല ഒരു പടം ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ മനോഹരമായിട്ട് ഇറക്കിയിരിക്കുന്നു.
ഇത് ഓടുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് തുറന്ന് ജനത്തിനെ അറിയിക്കാനുള്ളൊരു ബാധ്യത ഞാൻ ഈ സ്നേഹിക്കുന്നത്. എനിക്ക് നിങ്ങൾക്കറിയാം 53 വർഷമായി മാധ്യമങ്ങളുടെ ഒരു വലിയ ചേച്ചിയാണ് ഞാൻ. നിങ്ങൾ കേട്ട് കാണുമല്ലേ, കേരളത്തിലെ 176 പേരുണ്ട്, എല്ലാ ചാനലും എല്ലാ പത്രവും സകലരും ഉണ്ട്. ഫ്രണ്ട്സ് ആൻഡ് ഫോഴ്സ് പറഞ്ഞൊരു ഗ്രൂപ്പ്, എല്ലാ പഴയ ആൾക്കാരാണ്. ജോൺ മുണ്ടക്കാരൻ ജാറൂട്ട് എല്ലാവരും ഇവിടെ തുടങ്ങിയതാണ്, ഇപ്പോഴും ഉണ്ട്. അതിനകത്ത് എല്ലാവരും കൂടുതൽ ആണുങ്ങളാണ്, പിന്നെ പെണ്ണുങ്ങളുള്ളവർ ഈ വാർത്ത വായിക്കുന്നവരൊക്കെയാണ്. അതിൽ എന്നെ പിടിച്ചിട്ട് അതുകൊണ്ടപ്പുറത്തൊക്കെ പറയുന്നതല്ലേ ഇരുത്തിയിട്ടുണ്ട്. ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അതിന് തുറന്നു പറയും. അതിലും എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറയും. ഇപ്പൊ കാണുന്നെങ്കിൽ പ്രകമ്പനം പോയി കാണുക, മനോഹരമായ ഒരു ചിത്രം. അപ്പൊ അത്ര യുണാനിമസ് ആയിട്ട് ഐകണ്ഠേന അവരെല്ലാവരും ഈ പ്രകമ്പനത്തെ കുറിച്ച് തന്നെ അഭിപ്രായം പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും ഒരുപാട് നന്ദി, സ്നേഹവും കടപ്പാടുമുണ്ട്. നീ ഇതുപോലെ പ്രേതം പിടിച്ച അച്ഛമ്മ വരണമൊക്കെ എന്നെ തന്നെ വിളിക്കണം, വേറെ ആരും വിളിക്കല്ലേ. വിജേഷ്, ഈ പ്രേതം കയറുന്ന അച്ഛമ്മമാരുള്ളവർ വിളിക്കണേ. അതുകൊണ്ട് എന്താ മനുഷ്യനെ പറഞ്ഞെങ്കിലും നല്ല ഒരു പടം അഭിനയിച്ചു, അത് നന്നായിട്ട് ജനം ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് ഏത് പ്രായത്തിലും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഒരു നിറവാണ് മനസ്സിൽ. അത് എന്നെ പോലെയുള്ളവർക്ക് അത് തുറന്ന് പറയാൻ പോകുള്ളൂ. കാരണം ഒരേ സമയത്ത് ചാടി 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 5 ഞങ്ങൾക്ക് വല്ലപ്പോഴും ഒരു പടം അഭിനയിച്ചു, പിന്നെ അടുത്ത വരുന്ന വേഷം എത്ര സീനുണ്ടെന്നല്ല, ആ 4 സീനാണെങ്കിൽ ആ പടം കണ്ടിട്ട് ഒരു നിങ്ങളാ കുമ്പത്തുള്ള കേട്ട കൊള്ളാം എന്ന് പറയുമ്പോൾ നമ്മളെ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു അർത്ഥം. അതാണ് ഞാൻ പറയുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതേ പ്രൊഡക്ഷൻ കമ്പനിയിൽ ഇനിയും ജനത്തിന് ഇഷ്ടപ്പെടുന്ന ഇതുപോലെയുള്ള, കാരണം ഇതിന് കഥ എന്താണെന്ന് ചോദിച്ചാൽ അതൊക്കെ എല്ലാവർക്കും അറിയാം. നിസ്സാര സംഭവത്തിലൂടെ വളർന്നു വരുന്ന ഒരു കഥയാണ്. ഹോസ്റ്റലിൽ താമസിക്കുന്ന കൊച്ചുമോനും കൂട്ടുകാരും എല്ലാം കൂടെ ഒരു ചെറിയ ഇൻസിഡന്റിന്റെ പുറത്ത് പിന്നെ അങ്ങോട്ട് കഥ ഉണ്ടാവുകയാണ് 2.5 മണിക്കൂർ സിനിമയായിട്ട്. അതൊക്കെ ഒരു വല്ലാത്തൊരു കഴിവ് തന്നെയാണ്. ഇതുപോലെയുള്ള വ്യത്യസ്തമായ സംഭവങ്ങൾ സിനിമയാക്കി പുറത്തേക്ക് കൊണ്ടുവരാൻ ഈ പ്രൊഡക്ഷൻ കമ്പനിക്ക് സാധിക്കട്ടെ. കാർത്തിക് സുബ്രാജ് സാർ എല്ലാം തന്നെ ഞാൻ പറഞ്ഞ കാര്യമില്ലല്ലോ. അപ്പൊ അതുപോലെ ഇവരുടെയൊക്കെയുള്ള ഒരു സഹകരണവും മേൽനോട്ടവും ഒക്കെ കൂടെ ഉണ്ടാവുമ്പോൾ എല്ലാം കൊണ്ടും ഐശ്വര്യവും സൗഭാഗ്യവും ഈശ്വരാധീനവും എന്നും ഉണ്ടാവട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.